എന്തുവാടേ എന്തുവാടേ ഡേ 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 എന്തോന്നടേ? അങ്ങനെ വരാൻ സാധ്യതയില്ല, പൊങ്കാലയിടുകയാണല്ലോ. അതെ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. പൊങ്കാല ഇടാൻ പോയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്. നമ്മുടെ ഓഡിയൻസിൽ ആരെങ്കിലും ഒക്കെ പൊങ്കാല ഇടാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയോട് സംബന്ധിച്ച് ട്രിവാൻഡ്രം ജില്ല മൊത്തം ഇന്ന് ഷട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു. മൊത്തം അവധിയായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പൊന്നടിയന്മാരെ നടക്കാൻ പറ്റൂല, അതുപോലെ നേരത്തും കാലത്ത് വിടത്താൻ പറ്റൂല. എല്ലാം കൂടി അലഞ്ഞു കൊലഞ്ഞായിരിക്കും എത്തുന്ന അത്ര ജനത്തിരക്ക്, ജനസാഗരമാണ്. എന്നാലും പൊങ്കാലയോടനുബന്ധിച്ചിട്ട് ഒരുപാട് സെലിബ്രിറ്റീസ് അവിടെ വരാറുണ്ട്, വന്ന് പൊങ്കാലൊക്കെ ഇടുന്നുണ്ട്. എല്ലാ വർഷവും നമ്മുടെ ചിപ്പിയാണ് ഈ ആറ്റുകാൽ പൊങ്കാല കൊണ്ടുപോകുന്നത്. ഐ മീൻ തൂക്കുക എന്ന് പറയത്തില്ല, ആ ഒരു സെറ്റപ്പ്. കാരണം ചിപ്പി ആയിരിക്കും മിക്കവാറും ഒരു മെയിൻ റോള് ഈ മീഡിയക്കാര് ഫോക്കസ് ചെയ്ത് പിടിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം എല്ലാം മാറി പോയി. നമ്മുടെ പുതിയ താരം പുഷ്പ കൊണ്ടുപോയിരിക്കുകയാണ് ആറ്റുകാൽ പൊങ്കാല. വേറൊന്നുമല്ല, ലിച്ചി അന്ന രാജൻ. പൊങ്കാലയിടാൻ വന്നതാണോ ഉദ്ഘാടനത്തിന് വന്നതാണോ എന്ന് എനിക്കൊരു സംശയം കണ്ടപ്പോൾ തോന്നിയതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. എവിടെയോ എന്തോ ഒരു ചീഞ്ഞളിഞ്ഞ നാറ്റം പോലെ എനിക്ക് ഫീൽ ചെയ്ത്. കാരണം വന്നപ്പോൾ ഓക്കെ അന്ന രാജൻ വന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ഉദ്ഘാടനമയം എനിക്ക് വീഡിയോ ക്ലിപ്പുകൾ കണ്ടപ്പോൾ തോന്നി. വേറൊന്നും കൊണ്ടല്ലേ, ഈ മീഡിയാസ് മൊത്തം അന്നരാജന്റെ ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും മുന്നിൽ നിന്നും ഫ്രണ്ടിൽ നിന്നുള്ള ഷോട്ടുകൾ എടുത്തുകൊണ്ട് നടക്കുകയാണ്. നടന്നു പോകാൻ പോലും സമ്മതിക്കുന്നില്ല. മൊത്തത്തിൽ അവന്മാരെ പിന്നാലെ തന്നെയാണ്. പിന്നെ ഈ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചിട്ടും ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ മുസ്ലിം പള്ളികളടക്കം തുറന്നു കൊടുക്കും. അതായത് ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള കാര്യം, ഇതിനൊക്കെ ആയിട്ട് ആവശ്യങ്ങൾക്ക് അടക്കം. അത് ഒരു മതം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഞാൻ പിടിച്ചിടുന്നതല്ല. പക്ഷെ മതത്തിന്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലുന്ന നാടും നാട്ടുകാരുമുള്ള നാടാണ് നമ്മുടെ ഈ കേരളമായാലും നമ്മുടെ ഈ രാജ്യമായാലും. അതുകൊണ്ട് തന്നെ അതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഈ മതങ്ങളുടെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലാണ്ട് ഓരോ ഉത്സവങ്ങൾ വരുമ്പോൾ ഒന്നിച്ച് കൈകോർത്ത് നിന്ന് ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ ഒന്നിച്ച് കൈകോർത്ത് നിന്ന് എല്ലാം സഹകരിക്കുന്ന, ഒരു മതത്തിന്റെ വേർതിരിവും ഇല്ലാതെ നിൽക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ, ഈ ഒരു കൊച്ചു ട്രിവാൻഡ്രത്ത് നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. വളരെയധികം സന്തോഷമാണ്. കാരണം ഈ മുസ്ലിം പള്ളികൾ ഈ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നു, അവർക്ക് വിശ്രമിക്കാനും അതിനുള്ള ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ബാത്റൂമും ഒക്കെ യൂസ് ചെയ്യാനായിട്ടൊക്കെ കൊടുക്കുന്നു എന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാ വർഷവും നടക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. അത് നമ്മളെ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റിയൊരു കാര്യം തന്നെയാണ്. മതത്തിന്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലുന്ന ആൾക്കാർക്ക് ഇരുന്നു കൊണ്ട് ഇങ്ങനെയാണ് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ് പഠിക്കാൻ പറ്റിയൊരു കാര്യവും കൂടിയാണ് ഈ ഒരു കാര്യം. ഇനി നമുക്ക് നേരെ ഒരു മെയിൻ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ചിപ്പി എല്ലാ വർഷവും തൂക്കുന്ന പോലെ ഇപ്രാവശ്യം തൂക്കിയിട്ടുണ്ട്. പക്ഷെ ചിപ്പിയേക്കാൾ മേളിൽ വേറൊരു രീതിയിൽ തൂക്കിക്കൊണ്ട് പോയത് അന്ന രാജനാണ്. ചിപ്പിയുടെ ആ വീഡിയോ കണ്ടു നോക്കാം. എല്ലാ പ്രാവശ്യത്തെയും പോലെ ചിപ്പി തന്നെയാണ് ഇരുന്ന് ചിരിക്കുന്നു. ചിപ്പിയുടെ വീഡിയോ വൈറലാണ്, ഇല്ലെന്നൊന്നും അല്ല. പക്ഷേ പുഷ്പ വന്നപ്പോൾ പഴയ പുഷ്പകളെല്ലാം മാറിയിരിക്കുന്നു. ചിപ്പി ഈ ഒരു രീതിയിലാണ് ഒരു നാടൻ തനിമ, അല്ലെങ്കിൽ ഈ പൊങ്കാല ഇടുന്നത് എല്ലാ വർഷത്തെയും ഒരു വൈറൽ താരമാണ്. ഈ ആറ്റുകാൽ പൊങ്കാല ഇടുന്നതിൽ വൈറൽ താരമാണ് ചിപ്പി. പക്ഷെ ഇപ്രാവശ്യം ചിപ്പി സൈഡായിപ്പോയി. എന്നാലും ചിപ്പിയുടെ 1-2 വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ പൊങ്കാലയിടാൻ വന്നാൽ ഇനി ചിപ്പിയെ കാണാൻ വന്നാണ്. എന്തുപാടെ അറിയാൻ പാടില്ല. അത്രയും ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ചിപ്പിക്കുണ്ട്. ഒരു സമയത്തെ മിന്നും താരം തന്നെയായിരുന്നു ചിപ്പി. അതുകൊണ്ട് തന്നെ ചിപ്പിയുടേതായ ഒരു ഫാൻ ബേസും കാര്യങ്ങളുണ്ട്. ഈ പൊങ്കാല ഇടാൻ വരുന്നതിന്റെ ഇടയിൽ ചിപ്പിയെ കാണാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരും ഉണ്ട്. എന്തായാലും ചിപ്പി പൊങ്കാല ഇടാൻ വരും, അതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് ചിപ്പിയെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിയെ കാണാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരുണ്ട് അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വരാൻ. എന്തുപാടെ, അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഇനി നമ്മുടെ അനുമോള് ഇവിടെ പൊങ്കാല ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു, കണ്ടു നോക്കാം. വെയിലത്ത് തോർത്തോട്ട് നിൽക്കുകയാണ്.
വല്ലാത്ത അവസ്ഥ. പൊങ്കാല ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉയിര് പോകും. കാരണം വേറെ ഒന്നുമില്ല, വെയില് അലച്ചില് എല്ലാം ഉണ്ട്. ഇപ്പോഴും കുട്ടിത്തം വിട്ട് മാറാതെ നിൽക്കുകയാണ്. അനുമോളും വന്നിട്ടുണ്ടായിരുന്നു പൊങ്കാല ഇടാൻ. ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രിവാൻഡ്രം റേഞ്ചിലുള്ള സകലമാന സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാരും ഒക്കെ ഈ പൊങ്കാല ഇടാൻ വരാറുണ്ട്. നമുക്കൊരു വീഡിയോ ഒന്ന് കാണാം. ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ കൊള്ള നടത്താനുള്ള സ്വകാര്യ വ്യക്തിയുടെ ശ്രമം തടഞ്ഞ് മേയർ. കോർപ്പറേഷൻ പരിധിയിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതിനു ശേഷം കൊള്ള ലാഭം കൊയ്യുകയായിരുന്നു ഇയാൾ. നഗരസഭയുടെ അനുമതി പോലും വാങ്ങാതെയാണ് ഇയാൾ ഈ സംവിധാനം ഒരുക്കിയത്. ഒരു ഓൾട്ടോ കാർ പാർക്ക് ചെയ്യാൻ 400 രൂപയാണ് ഈടാക്കിയത്. ഇയാളുടെ കൊള്ള ശ്രദ്ധയിൽപ്പെട്ട ചിലർ മേയറെ വിവരം അറിയിച്ചു. തുടർന്ന് മേയർ സ്ഥലത്ത് എത്തുകയും ഒരു ഓൾട്ടോ കാറിന് 400 രൂപയോ തോന്നിയാസം കാണിക്കരുത്, ലൈസൻസ് ഇല്ലാതെയാണ് നിങ്ങൾ ഇത് നടത്തുന്നത്, ഇത് ശരിയായ നടപടിയല്ല, താൻ ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ പോവുകയാണെന്ന് അറിയിച്ചു. ഇതോടെ ഇയാൾ താൻ വാങ്ങിയ തുക തിരിച്ചു കൊടുക്കാമെന്നും പ്രശ്നത്തിൽ പെടുത്തരുതെന്നും അപേക്ഷിക്കുകയായിരുന്നു. ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് തലസ്ഥാന ജില്ലയിൽ നാളെ പൊതു അവധിയാണ്. സ്കൂളുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ എന്നിവയ്ക്കൊക്കെ അവധി ബാധകമായിരിക്കും. പൊങ്കാല ഇടാൻ എത്തുന്നവർക്കായി വൻ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു ഓൾട്ടോ കാർ പാർക്ക് 400 രൂപ വാങ്ങിച്ച്. നീ ഏവനടാ മാറിയെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ കേട്ടോ. സീരിയസ്ലി എന്തോന്നറിയോ ഇവന്മാര് ഈ ചില ഉത്സവങ്ങള് ചില പരിപാടികളൊക്കെ വരുന്ന സമയത്ത് കഴുത്തറുത്തവന്മാർ വാങ്ങും. അമ്മാതിരി രീതിയിൽ നാട്ടുകാരെ മുട്ടിപ്പിക്കുന്ന രീതിയിൽ ഇവന്മാർ അങ്ങോട്ട് പകൽ കൊള്ളയായിരിക്കും നടത്തുന്നത്. അമ്മാതിരി ചേറ്റത്തന്നെ. എന്തായാലും ഇപ്പോഴത്തെ മേയർ കഴിഞ്ഞ പ്രാവശ്യത്തെ മേയറിനെ പോലെ അല്ല. ഇപ്രാവശ്യത്തെ മേയർ കുറച്ച് മേയറാണ്. പിന്നെ അത്യാവശ്യം ആള് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ മേയറിനെ പറ്റിയിട്ട് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. ബസിന്റെ മുന്നിൽ കിടന്ന് പട്ടി ഷോ കാണിച്ച ടീംസുകളാണ്, മറ്റേ യദുവിന്റെ ബസിന്റെയൊക്കെ. ആ കേസൊക്കെ കണ്ടതാണ്. എന്തായാലും മേയറിനെ പറ്റിയിട്ട് ഇനി കൂടുതൽ വലിച്ചിട്ട് പറയുന്നില്ല. പക്ഷെ ഇപ്രാവശ്യത്തെ മേയർ അങ്ങനെ കൊള്ളാം. കുറച്ച് ആള് ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ തന്നെ അവിടെ പെട്ടെന്ന് വരികയും നേരിട്ട് വന്ന് ഇടപെടുകയൊക്കെ ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അതും അവനെതിരെ നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഓൾട്ടോ കാർ പാർക്ക് ചെയ്യാനായിട്ട് 400 രൂപ. കാരണം ഗതികേട് കൊണ്ട് ചിലപ്പോൾ ചിലവരൊക്കെ അങ്ങ് പോട്ട് പുല്ല് പൈസ നോക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർക്കിങ് അതും ഇതൊക്കെ ചെയ്യും. കാരണം അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇവന്മാർ അത് അവസ്ഥ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് പാവങ്ങളുടെ കഴുത്തറുക്കുന്നു. അല്ലെ പാവങ്ങളുടെ പണക്കാട്ട് അത് വിട്, ഓരോരുത്തർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസ കഴുത്തറുത്ത് വാങ്ങുന്നുണ്ട്. പകൽ കൊള്ളയും ചെറ്റത്തനം തന്തയില്ലായ്മയാണ് കാണിക്കുന്നത്. ഇതുപോലുള്ളവർക്കെതിരെ നടപടി എടുക്കണം. എന്തായാലും മേയർ നേരിട്ട് വന്ന് ഇങ്ങനൊരു സംഭവം ചെയ്തത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ നേരെ മിന്നും ഉദ്ഘാടന സ്റ്റാറിലോട്ട് പോവാം. ഉദ്ഘാടന സ്റ്റാർ പൊങ്കാല ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു. പൊങ്കാല ഇടാൻ വന്നിട്ട് അവിടെ മര്യാദക്കാരൊന്നും പൊങ്കാല ഇടുന്നുണ്ട്. പക്ഷേ ഓൺലൈൻ മീഡിയക്കാരന്മാർ ചാടി വീഴുന്ന് പിടിക്കണം. അമ്മർക്കറിയാം എവിടെ പിടിക്കണമെന്ന്. അമ്മർ പൊങ്കാലയൊന്നും കാണിക്കുന്നില്ല. അമ്മർ പൊങ്കാലയ്ക്ക് പകരം കാണിക്കുന്നത് കണ്ടു നോക്ക്. ആ ചട്ടിയെ കാണിടാ ഡേയ്. ആ ചട്ടിക്ക് അകത്ത് എന്തോന്നൊന്ന് കാണിടാ ഡേയ് ഓൺലൈൻ മീഡിയാസ്. ആ ചട്ടിക്കകത്ത് എന്താണ് ഇരിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ കുറച്ച് കൊള്ളായിരുന്നു. അറ്റ്ലീസ്റ്റ് ആ സ്പൂണെങ്കിലും ഒന്ന് സൂം ചെയ്ത് കാണിടാ ഡേ എന്നടാ പണി വെച്ചിരിക്കേ. അവര് ഉദ്ഘാടനമാണെന്ന് വിചാരിച്ചോണ്ട് നിക്കണം തോന്നുന്നു. ആര് ലിച്ചി എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ആരെങ്കിലും ഒന്നും പറയടാ, ഇത് ആറ്റുകാൽ പൊങ്കാലയാണ് നടക്കുന്നത്, പൊങ്കാല തിളച്ച് വരുന്നത് ആ ചട്ടിയൊക്കെ ഒന്ന് കാണിക്കാൻ പറ ആ നീലക്കുയിലെടുത്ത്. ആരെങ്കിലും ഒന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. അവന് വേറെ ഏതോ ഒരു വൈബിൽ നിൽക്കുകയാണ്. റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു ക്ലിപ്പുണ്ട്, ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. മണക്കാട് അലിയപ്പള്ളി ജുമാ മസ്ജിദ് ഉണ്ടല്ലോ, മുസ്ലിം പള്ളിയുടെ ഫ്രണ്ടിലാണ് ഇവരിരുന്ന് പൊങ്കാല ഇടുന്നത്. ആലോചിച്ച് നോക്ക്. അതാണ് പറഞ്ഞത്. ഇത് സത്യം എനിക്ക് രോമാഞ്ചടിക്കണം ഈ ഒരു വീഡിയോ കണ്ട സമയത്ത്. മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും തമ്മിൽ തല്ലുന്ന ഊളകൾ ഇതൊക്കെ ഒന്ന് കാണുക. മുസ്ലിം പള്ളിയുടെ മുന്നിലിരുന്ന് അവരിടുകയാണ്, പൊങ്കാല ഇടുകയാണ്. അവസരം കൊടുത്തിട്ടുണ്ട്. അവിടെ മതത്തിന്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലാനൊന്നുമില്ല. ഇതൊക്കെ മനുഷ്യൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഒക്കെ കിടന്ന് തമ്മിൽ തല്ലുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് കാണുക. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ അഭിമാനിക്കുക. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ മതത്തിന്റെ പേരിലുള്ള തമ്മിൽ തല്ലില്ല. ഇതുപോലത്തെ വീഡിയോസ് കാണുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നുണ്ടോ. ഒരു 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 രോമാഞ്ചം സാധനം തന്നെയാണ്. ഇനി നമ്മുടെ ചിപ്പിയിലോട്ടൊന്ന് പോവാം കേട്ടോ.
ചിപ്പി എല്ലാ പ്രാവശ്യത്തെയും പോലെ വരുന്നു, പൊങ്കാല ഇടുന്നു. എല്ലാ പ്രാവശ്യം തൂക്കാറുണ്ട് ചിപ്പി. പക്ഷെ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ല, അന്നാരാജൻ തൂക്കി പൊങ്കാല കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അനാരാജനെ കണ്ടിട്ടില്ലായിരുന്നു തോന്നുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല, എനിക്ക് ഓർമ്മയില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക്, താഴെ കമന്റ് ചെയ്തേക്ക്. പൊങ്കാല ഇടാൻ വരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഒക്കെ വരിക കേട്ടോ. 10 ആൾക്കാർ കാണുന്നതാണ്. പിന്നെ അവിടെ അന്നാരാജന്റെ ഡ്രസ്സിങ് മോശമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അല്ല. പക്ഷെ യുവന്മാർ എടുത്തു വെച്ചേക്കുന്ന കാണുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നും. അന്നാരാജന്റെ കേസിലെ ഇവന്മാർ എടുത്തു വെക്കുന്ന ആ രീതിയിലൊക്കെയാണ്. ഇവിടെ ചിപ്പിയുടെ കേസ് വന്നപ്പോൾ പൊങ്കാലയും ഇതൊക്കെ എടുക്കാറ്. പിന്നെ ഇത് ന്യൂസ് 18 ആണ്, മറ്റൊന്ന് നീലക്കൂലാണ്. തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അതിന്റെ ഒരു വ്യത്യാസം ഞാൻ കാണുന്നുണ്ട്. ഇവന്മാര് യാതൊരു രീതിയിൽ എടുക്കും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്തോന്നല്ലേ ഇത് പണി വെച്ചിരിക്കുന്നത്, ഇതല്ല അത്. എന്തായാലും കൊള്ളാം. ട്രിവാൻഡ്രത്തെ തിരക്കിൻ്റെ എൻ്റെ മോനെ സീനാണ് സീന്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു വർഷത്തെങ്കിലും എല്ലാവരും പോയി ട്രിവാൻഡ്രത്തെ ആറ്റുകാല പൊങ്കാല ഒന്ന് അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം. ആരാടാ ഇത്? ആരായി പൊങ്കാല ഇടുന്നത്? പൊങ്കാല ഇടാൻ വന്നവരെ പൊങ്കാല ഇടുന്നത് ഫോക്കസ് ചെയ്ത് പിടിക്കാൻ നോക്കടാ. നിനക്കൊക്കെ ആ ചട്ടിയും കലമൊന്നും കാണിക്കാൻ പറ്റുന്നില്ലല്ലോ, അതൊന്നും കാണിക്കുന്നില്ലല്ലോ. എനിക്ക് എന്താ ഫോക്കസ് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാത്തോണ്ടിരിക്കാണ്. മീഡിയക്കാരടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്ന ആളുടെ ഞാനൊന്നും പറയുന്നില്ല. അവര് പൊങ്കാല ഇടാൻ വന്നു, പൊങ്കാല ഇടുന്നു. ആ ചട്ടിയോ സാധനങ്ങളോ ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല. ഈ മെയിൻ സ്ട്രീം മീഡിയകളൊന്നും കുഴപ്പമില്ല, അവന്മാർ മര്യാദയ്ക്ക് ന്യൂസിന് കൊടുക്കാനുള്ള സാധനം വന്ന് എടുക്കുന്നുണ്ട്. ഇവന്മാർ ഫോക്കസ് ചെയ്യുന്ന വേറെ വല്ലതുമാണ്. ഈ മീഡിയകൾ എപ്പോഴും കുറ്റം പറഞ്ഞ് ഇങ്ങനെ കുറ്റം പറയുന്നതല്ല, മനസ്സിലാക്കണം. നീയൊക്കെ എന്തുവാ കാണിക്കുന്നത്? എവിടെ കൂടി എന്ത് ഹോട്ടായിട്ട് കിട്ടും അവിടെ ചരിച്ചു പിടിച്ചും നൂത്ത് പിടിച്ചും അങ്ങോട്ട് എടുക്കും. ഹോട്ടായിട്ടുള്ള സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുക അവന്മാര്. നീയൊക്കെ ഒരിക്കലെങ്കിലും ആ ചട്ടിയും കലവും കാണിച്ചാടാ, ഒരിക്കലെങ്കിലും. പെണ്ണുങ്ങളെ ഓരോ സ്ഥലവും അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് പിടിച്ചോളൂ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അല്ലാണ്ട് നീ എന്നാ കോപ്പാ ചെയ്യുന്നത്? പുണ്യ പൊങ്കാല ആറ്റുകാലിൽ നിന്നും 20 മണിക്കൂർ തത്സമയം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്, നമുക്ക് കണ്ടുനോക്കാം. എന്ത് തോന്നുന്നു ഈ നിമിഷം? എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് പ്രാർത്ഥനയോട് കൂടി ആറ്റുകാല അമ്മയ്ക്ക് പൊങ്കാല ഇടാൻ വന്നിരിക്കുന്നു. അപ്പം ആ ഒരു സമയം ഏകദേശം എത്ര വർഷമായി കാണും ചേച്ചി? ഞാൻ സാധാരണ എല്ലാവരോടും ചോദിക്കാറ് ഇപ്പൊ കഴിഞ്ഞ വർഷം വരാറുണ്ടോ എന്നുള്ളതായിരുന്നു. പക്ഷെ ചേച്ചിയോട് അത് ചോദിക്കാൻ പറ്റില്ല, കാരണം കാലങ്ങളായി ചേച്ചി വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഏകദേശം എത്ര വർഷമായി? ഒരുപാട് വർഷമായി. ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് മുന്നേ തൊട്ട് ഇടുന്നുണ്ട്. അതെ, സിനിമയിലൊക്കെ വരുന്നതിന് മുന്നേ ചിപ്പി പൊങ്കാല ഇടാൻ വരാറുണ്ട്. എല്ലാ വർഷം ഞാൻ പറഞ്ഞില്ല, എല്ലാ വർഷം ഒരു സ്റ്റാറായി മാറാറുണ്ട്. എല്ലാ വർഷം മീഡിയക്കാർ ഇതുപോലെ വരാറുണ്ട്, ബൈറ്റ് എടുക്കാറുണ്ട്, പോകാറുണ്ട്. ചിപ്പി ഒരു പൊങ്കാല സ്റ്റാർ തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ലക്ഷ്യ കൊണ്ടുപോയി. കഴിഞ്ഞ വർഷം തുടരുമെന്ന സിനിമയുടെ പ്രൊമോഷന്റെ ക്ഷമിക്കണം അതിന്റെ ഭാഗമായിട്ടായിരുന്നു, ആ സമയത്തായിരുന്നു. ഈ വർഷം അങ്ങനെ എന്തെങ്കിലും പ്രൊജക്റ്റോ മറ്റോ അങ്ങനെ എന്തെങ്കിലും? ഈ വർഷം ഇപ്പം ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് ഡിസ്കഷൻസ് ഒക്കെ, അത്രേ ഉള്ളൂ. പക്ഷെ കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ പോലെ റിലീസിന് മുന്നേ ആയിരുന്നു പൊങ്കാല വന്നത്. അപ്പം ഒരുപാട് പ്രാർത്ഥിച്ചു, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായിട്ട് വന്നു. ഈ വർഷം എങ്ങനെയാണ് തിരക്കും കാര്യങ്ങളൊക്കെ? എങ്ങനെയാണ് തിരക്ക്? നല്ല തിരക്കുണ്ട്. കാരണം ഇപ്പൊ ഞങ്ങള് ഇന്നലെ വന്നപ്പോഴും ഒക്കെ എല്ലാ വർഷത്തെക്കാട്ടിലും ഓരോ വർഷവും കൂടി വരുന്നു. നമുക്ക് അങ്ങനെയാ തോന്നുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷം വന്നപ്പോ കുറച്ച് തിരക്ക് കൂടുതലുണ്ട്. ഒരുപാട്, അത് ദൂരം നിന്നുള്ള ഒരുപാട് പേര്. നമ്മളിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. പക്ഷെ അതല്ലാതെ ദിവസങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ള ഒരുപാട് പേരെ കണ്ടു. അപ്പം അത് അമ്മയുടെ ഒരു ശക്തി അല്ലേ, എല്ലാവർക്കും വരണം എന്ന് ആഗ്രഹം. അനുഗ്രഹമായി പൊങ്കാലിടാൻ സാധിക്കട്ടെ. അതെ, ഇത്രയും അനുഗ്രഹമായിട്ട് പൊങ്കാല ഇടാൻ സാധിക്കട്ടെ. എന്തായാലും ഇനിയും ഒരുപാട് പൊങ്കാലകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം നമ്മുടെ ചിപ്പിക്ക് ഉണ്ടാവട്ടെ. ഓക്കെ, എല്ലാ വർഷത്തെ പോലെ ചിപ്പിയുടെ ആ ഒരു ബൈറ്റ് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ പൊങ്കാല വീഡിയോ കാണാൻ പറ്റണം. കാരണം ചിപ്പി മെയിൻ ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് ഞാനൊന്ന് കൊടുക്കാവേ. ആരാ തന്തയില്ലായ്മ ചെയ്തത്? അതായത് പൊങ്കാല ഇട്ട് വെച്ചിരുന്ന കലമെല്ലാം അടിച്ച് തകർത്തിട്ട് അതിനെയൊക്കെ വലിച്ചു എടുത്തെറിഞ്ഞിട്ട് പോയ തന്തയില്ലായ്മ കാണിച്ചത് ആരാണ്? അവരെന്തുവാടാ? സാധാരണക്കാരായതുകൊണ്ടാണ്. നോക്കാം, വീഡിയോ ആണ്.
തൊട്ടടുത്തിരിക്കായിരുന്നില്ലേ? ഞാൻ ഇവിടെ ഇരിക്കും. ഒരാ കൊച്ചിനെ പൊള്ളി എടുത്തോണ്ട് പോയിരിക്കുന്നു. പരിക്കുണ്ട് ഒരു കുട്ടി. അവളെ കൈയൊക്കെ പൊള്ളിപ്പോയി കൊണ്ടുപോയിരിക്കുന്നു. അവർക്ക് അത്ര ഇത് നാറിയുടെ ഇതെല്ലാം നശിപ്പിച്ച് നാറാണത്താക്കിയിട്ട് പോയിട്ടുള്ളത്. ഇതൊക്കെ നടപടി എടുക്കേണ്ട വകുപ്പുകളാണ്. സാധാരണക്കാരായതുകൊണ്ട് ഇതങ്ങ് മുങ്ങിപ്പോവും. പാവങ്ങളെ നെഞ്ചത്ത് ആർക്ക് വേണോ ലോറി ഓട്ടിക്കാമല്ലോ, പാവങ്ങളുടെ നെഞ്ചത്ത് ആർക്ക് വേണോ ഇടിച്ച് കയറാമല്ലോ. നല്ലൊരു ദിവസമായിട്ട് അവർ പൊങ്കാലയുടെ വന്ന് വ്രതം എടുത്തു അവർ വന്നിരുന്ന് അവരുടെ ആ ഒരു സന്തോഷത്തിന് ആ പൊങ്കാല ഇട്ടിട്ട് പോകുമ്പോൾ ഏത് കഴപ്പുണ്ടാ ഇമാതിരി മറ്റേടുത്ത പരിപാടിയൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത്. നമുക്ക് പിടിച്ചാലേ പറ്റുള്ളൂ. നമ്മളെ പിടിക്കണം. എന്തായാലും നമ്മൾ അങ്ങനെ പൊങ്കാലയ്ക്ക് വന്നതാണ്. അവരെ പിടിച്ചേ പറ്റൂ ഞങ്ങൾക്ക്. എല്ലാവരും കൂടെ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇരിക്കാതെ ഒരു വണ്ടി വാങ്ങി വന്ന് എല്ലാം ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയി. രണ്ടുപേരും അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരാളെ കയ്യിൽ ഇങ്ങനെ പൊങ്കാല മറിഞ്ഞ് വീണ് കയ്യത്രയും പൊള്ളി. അതിപ്പോ എല്ലാ ഹോസ്പിറ്റലിലാണ്. നമ്മളിങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് നമ്മളിവിടെയാണ് ഇരുന്നത്. നമ്മളെ പൊങ്കാലയൊക്കെ അവിടെ ഇരുന്നു. അപ്പൊ ഇങ്ങനെ വന്നാൽ പൊങ്കാല എടുത്ത് തെറിപ്പിച്ച് ഇവരെ ഇടിക്കാൻ പോയപ്പോഴും അടുപ്പിരുന്ന പൊങ്കാല അവർ ദേഹത്തിൽ തൂവിയതാണ്. അവർ രണ്ടാമത് പൊങ്കാല ഇടുന്നത്. ഇപ്പൊ പോലീസ് രണ്ടാമത് നമുക്ക് കലവും സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ രണ്ടാമത് പൊങ്കാല ഇടുന്നതാണ്. എത്രയോ വർഷം കൊണ്ട് നമ്മൾ ഇതുവരെ ഇനി നമുക്ക് അപകടം പറ്റിയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. ഇത് വണ്ടി മനഃപൂർവ്വം കൊണ്ട് ഇടിച്ചതാണെന്നുള്ള ഡൗട്ടുണ്ട്. ചിലപ്പോൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇടിച്ചതാവും. ഏത് നാറിയുടെ തന്തയില്ലാത്തമാരായത്. അറ്റ്ലീസ്റ്റ് ഇടിച്ച് ഓക്കെ ഇടിച്ചു, ചിലപ്പോൾ കൈവത്ത പറ്റിയതായിരിക്കും, ഇടിച്ചു ഒന്ന് നിർത്തിയിട്ട് അത് പറയാനുള്ളൊരു മാന്യതയെങ്കിലും കാണിക്കണ്ടേ അറ്റ്ലീസ്റ്റ്. അല്ലാതെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അങ്ങ് പോവുകയാണോ ചെയ്യേണ്ടത്? അതിന് അറിയാതെ കൈവത്ത പറ്റുകയാണെങ്കിൽ അയ്യോ പറ്റിപ്പോയി വണ്ടി കയ്യിൽ നിന്ന് പോയ കൺട്രോൾ മനുഷ്യനാ പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ഇമ്മാതിരി തന്തയില്ലായ്മ കാണിച്ചിട്ട് അത് അറ്റ്ലീസ്റ്റ് പറയാനുള്ളൊരു മാന്യത പോലും കാണിക്കാതെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇത് മറ്റെടുത്തമാരാടാ അവനൊക്കെ. പോലീസ് എന്താ പറയുന്നത്? പോലീസിന് പരാതി അവര് പറഞ്ഞു പിടിക്കാൻ പറഞ്ഞു. പിന്നെ അവർ സാധനങ്ങളും കാലവും എല്ലാ സാധനവും അവര് പറഞ്ഞില്ല നോക്കാന്ന് പറഞ്ഞു. നോക്കും അമ്മാരിക്ക് ഇനി ഇതല്ലേ പണി. അമ്മാര് തിരിഞ്ഞൊന്നും നോക്കത്തില്ല, അത് വേറെ കാര്യം. ഇതൊന്നും മൈൻഡ് പോലും ചെയ്യാൻ പോകുന്നില്ല, അതാണ് അതിന്റെ സത്യം. അവസാനം ശുചീകരണ തൊഴിലാളിയും പോയതിനു ശേഷമേ ഞങ്ങൾ മടങ്ങൂ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ മേയറേണ്ടെന്നാണ് കാണാം. അവസാനത്തെ ശുചീകരണ തൊഴിലാളിയും ഫീൽഡിൽ നിന്നും ശുചീകരണത്തിന് ശേഷം പോയതിനു ശേഷം മാത്രമേ മേയർ, ഡെപ്യൂട്ടി മേയർ, സെക്രട്ടറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ളവർ ഫീൽഡിൽ നിന്ന് മടങ്ങാവുള്ളൂ എന്ന് ഇന്നലെ രാവിലെ ഞങ്ങൾ മീറ്റിംഗിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. പൊങ്കാല ഒരുക്കങ്ങളൊക്കെ മനോഹരമായി തന്നെ പൂർത്തീകരിച്ചു. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് ഇപ്രാവശ്യം ഇവിടുത്തെ പൊങ്കാല നടക്കുന്നത്. മറ്റെന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഭക്തജനങ്ങൾക്കായി തിരുവനന്തപുരം നഗരസഭ ഒരുക്കിയിരിക്കുന്നത്? എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തു. ഇപ്പോ ഭക്തജനങ്ങളുടെ എണ്ണം കൂടുമെന്ന് സീരിയസ്ലി BJP ഭരണത്തിൽ വരുമ്പോൾ സാധാരണ എല്ലാവർക്കും ഒരു പേടിയുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു ഞാൻ പറയാതെ തന്നെ അറിയാം. പക്ഷേ നല്ല ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പാർട്ടി നോക്കാതെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അത് നല്ലതെന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്ന് പറയും. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മേയറിനെ പോലത്തെ കോപ്പില പരിപാടിയൊന്നും അല്ല ഇങ്ങേര് നല്ല ആണി പൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ജനഹൃദയങ്ങളിൽ ഇടം നേടുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ബാക്കി അറിയാം. അത്യാവശ്യം കാര്യങ്ങൾ ഇറങ്ങി ചെയ്യുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഇപ്പോഴത്തെ മേയർ ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതാണ് പവർ. മുൻകരുതൽ എടുത്തുകൊണ്ട് കൂടുതൽ ദൂരത്തേക്ക് ക്രമീകരണം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും ഗുണകരമായി. അതുപോലെ KSRTC ബസ് കൂടുതൽ സ്ഥലത്തേക്ക് ഇട്ടിട്ടുണ്ട്. ശുചീകരണ തൊഴിലാളികളുടെ എണ്ണം 780 പേരുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് മുമ്പത്തെ കാലം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻകൂട്ടി കണ്ടുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. പലതവണ ഡിപ്പാർട്ട്മെന്റ് യോഗം ചേർന്നിരുന്നു. റോഡിന്റെ ടാറിംഗ് വർക്കൊക്കെ തന്നെ ഞങ്ങൾ 20 ദിവസം പൂർത്തിയാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ടാറിംഗ് വർക്ക് കാണുന്ന ആൾക്കാർക്ക് വസ്ത്രത്തിലൊക്കെ ടാർ ഒക്കെ പിടിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ടാർ ഉരുക്ക് പൊങ്കാലിടുമ്പോഴേക്കും. പക്ഷേ 20 ദിവസം മുമ്പ് പൂർത്തിയാക്കി മഴയൊക്കെ പെയ്താൽ സെറ്റ് ആവാനുള്ള അവസരം ഉണ്ടായി. അതുകൊണ്ട് നല്ല രീതിയിൽ മനോഹരമായിട്ടാണ് പോകുന്നത്. ഒരു വിഷയം ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇതൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കോർപ്പറേഷന്റെ ഒരു ഇടപെടൽ മൂലം പരിഹരിക്കപ്പെട്ടല്ലോ. അല്ല, അത് ഒരു വാർഡിന് ഒരു ടാങ്കർ കൊടുക്കുകയായിരുന്നു. അതിന് കൊടുത്ത് ക്ഷേത്രത്തിന്റെ ചുറ്റുപാട് 8 ടാങ്കറുകൾ വിന്യസിച്ചതോടെ ആ പ്രശ്നത്തിന് പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഒരു പരാതി തരത്തിൽ പരിഹരിക്കാൻ സാധിച്ചു. പൊങ്കാലയിടുന്ന ഭക്തജനങ്ങൾക്കായി വഴിയൊക്കെ വളരെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പം ശുചീകരണ പ്രവർത്തനം എടുത്തു പറയണം. അഭിനന്ദനം അർഹിക്കുന്ന പ്രവർത്തനം തന്നെയാണ് തിരുവനന്തപുരം നഗരസഭ. തീർച്ചയായും പൊങ്കാലയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നഗരശുചീകരണം നടത്തി. പൊങ്കാല കഴിഞ്ഞാൽ നടത്തുന്നതോടൊപ്പം തന്നെ പൊങ്കാലയ്ക്ക് മുൻപ് തന്നെ അത് കോർപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. സേവാഭാരതി ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ ഇറക്കി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം അവിടെ ചെയ്ത കാര്യങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടു കാണും. നമുക്ക് ബാക്ക് ടു ഒരു വീഡിയോ വരാം. ലിച്ചി അന്നരാജൻ പ്ലീസ്, ഇത് ഉദ്ഘാടനമല്ല. ഇറ്റ്സ് നോട്ട് ഉദ്ഘാടനം ഓർ ഇന്റർവ്യൂ ഓർ മൂവി, ഇറ്റ്സ് എ പൊങ്കാല. എന്തായാലും ലിച്ചി വന്നപ്പോഴും ലിച്ചി മഞ്ഞ ഡ്രസ് ധരിച്ചിട്ടുണ്ട്. ഇറുക്കി പുറുക്കിയാണെങ്കിൽ ഒക്കെ അത് പോട്ട്. പക്ഷെ മീഡിയക്കാരന്മാർ അവന്മാരെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. അവന്മാർ വേറെ ലെവലാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ആയിക്കോട്ടെ. പൊങ്കാലയില് ഇവിടെ ട്രിവാൻഡ്രത്ത് വരാൻ പറ്റി.
ഇവിടെ ആരെങ്കിലും അവർ പൊങ്കാല ഇടുന്ന ആ ചട്ടി ഒന്ന് കാണിക്കടാ, ഒന്ന് കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. എല്ലാവരും അങ്ങോട്ട് സൂം ചെയ്ത് പിടിക്കുകയാണ്. നീ എന്നാ പിടിക്കാനാണ് ഇവിടെ വന്നത്? ഏവനെങ്കിലും എടുത്ത. ഇനി വേറൊരു നടിയുണ്ടല്ലോ, നമ്മുടെ വേറെ പേരും മറന്നില്ല, കാണാം. ഓർമ്മ പക്ഷെ കാലം തൊട്ട് പൊങ്കാല ഇടുന്നുണ്ട്. ഇതെന്റെ വീട് തന്നെയാണല്ലോ, എന്റെ വീട് ആറ്റുകാലായോണ്ട് ഇതെന്റെ പാരന്റൽ വീടാണ്. സോ എനിക്കൊന്നും ഓർമ്മ പക്ഷെ കാലം തൊട്ട് ഇടുന്നുണ്ട് പൊങ്കാല. സോ എത്രാമത്തെ പൊങ്കാലയാണ് ചോദിച്ചാൽ പെട്ടുപോകും നമ്മള്. പിന്നെ ആയിക്കോട്ടെ, ഇട്ട് പോവും. ഓക്കെ ആയിക്കോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ. നമ്മളതിന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നാണമില്ലടാ പെണ്ണുങ്ങളാ പറയാനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നെഞ്ചത്തോട്ട് വരും. അതങ്ങനെയാണല്ലോ. അത് ഇന്നും ഇന്നലെ കേൾക്കാൻ തുടങ്ങിയ കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് പുതുമയൊന്നുമില്ല. ഇതാണ് കാലാകാലമായിട്ട് നടന്നു വരുന്നത്. നിനക്ക് നാണമില്ലടാ കണ്ട പെണ്ണുങ്ങളെ പറയാൻ. എന്തായാലും നിങ്ങൾ പറ. ഇതൊക്കെ കണ്ടിട്ട് ഇത് ഈ മീഡിയക്കാരന്മാർ എന്തുവാ കാണിക്കുന്നേ? അറ്റ്ലീസ്റ്റ് കുറച്ച് മാന്യത കാണിക്കടേ. ആണുങ്ങളുടെ വില കളയാണ്ടിരിക്കുക. ചുമ്മാ വന്നിട്ട് പെണ്ണുങ്ങൾ അവിടെ ഇവിടെ നിൽക്കണതിനെയൊക്കെ സൂം ചെയ്ത് പിടിച്ചിട്ട് കൊണച്ച ചോദ്യം ചോദിച്ചിട്ട് കഷ്ടം. എനിക്ക് ഓൺലൈൻ മീഡിയാസിനെ എപ്പോഴും കുറ്റം പറയുന്ന വലിയ താല്പര്യ കേസല്ല. കാരണം അവന്മാർ കാരണം കുറേ കാര്യങ്ങൾ കാണാനും അറിയാനൊക്കെ സാധിക്കും. എന്ന് വെച്ചിട്ട് ഇതൊക്കെ എന്തുവാ പൊങ്കാല ഇടാൻ വന്ന അവരെയൊക്കെ സൂം ചെയ്ത് പിടിക്കുന്നത്. ഇന്റർവ്യൂവിനൊക്കെ വരുമ്പോൾ നീയൊക്കെ ഇട്ടിട്ട് പിടിക്കില്ലേ? ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോൾ വീണ്ടും പൊങ്കാല ഇടാൻ വന്നത്. അത് എങ്കിലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കാണിക്കും. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ഇട്ടാണ്. ബൈ.